കേരള മറൈൻ ഫിഷിംഗ് നിയമം മറികടന്ന് മീനുകളെ പിടികൂടിയ ബോട്ടുകൾ പിടിച്ചെടുത്തു. കൊച്ചി മുനമ്പം ഹാർബറിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 3 ബോട്ടുകൾക്കെതിരെയാണ് നടപടി. പിടികൂടിയ ചെറുമീനുകളെ പുറം കടലിൽ നിക്ഷേപിച്ചു. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിർദ്ദിഷ്ട വലിപ്പത്തിൽ താഴെയുള്ള 58 ഇനം മത്സ്യങ്ങളെ പിടികൂടുന്നത് കുറ്റകരമാണ്. ഇത്തരത്തിൽ നിയമം ലംഘിച്ചെത്തിച്ച കിളിമീനുകളാണ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടിയത്. ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് ബോട്ടുകളിൽ ചെറുമീനുകൾ കണ്ടെത്തിയത്. ഇതിൽ ഉപയോഗപ്രദമായ മീനുകൾ ലേലം ചെയ്ത് നൽകി. ചെറുമീനുകളെ ഉൾക്കടലിൽ നിക്ഷേപിക്കും. വള്ളത്തിന് വേണ്ടിയിട്ട് ചെറുമത്സ്യങ്ങളെയും മത്സ്യക്കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന മത്സ്യസമ്പത്തിന് നാശം സംഭവിക്കുന്നതുകൊണ്ട് 58 ഇനം മത്സ്യങ്ങളുടെ മിനിമം ലീഗൽ സൈസ് നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളാണ് KMFRA പ്രകാരം ഈ 3 ബോട്ടുകൾ പിടിച്ചത്. 3 ബോട്ടുകളും കിളിമീൻ എന്ന് പറയുന്ന മത്സ്യത്തിന്റെ ചെറിയ കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ചെറു മത്സ്യങ്ങളെ നമ്മളിപ്പം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം കടലിൽ കളയും. ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നതിനെ ലേലം ചെയ്ത് ആ തുക സർക്കാരിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ബോട്ടുകളെ ഇമ്പൗണ്ടിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അഡ്ജുഡിക്കേഷന് വേണ്ടിയിട്ട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് അഡ്ജുഡിക്കേഷൻ നടത്തുന്നത്. പിഴയും ശിക്ഷാ നടപടികളും അവിടെ നിന്നാണ് തീരുമാനിക്കുന്നത്. നിലാവ്3, മെർമേഡ്, ലെഗസി എന്നീ ബോട്ടുകൾക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. മറൈൻ എൻഫോഴ്സ്മെന്റ് CI മഞ്ജിത് ലാൽ, ഫിഷറീസ് ഓഫീസർ റിയാസ്, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ആര്യ, മറൈൻ എൻഫോഴ്സ്മെന്റ് SI അരുൺ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.